ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇവിടെ മുഖ്യമന്ത്രി എത്ര ശക്തമായിട്ടാണ് ഇപ്പോൾ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടിയാണ് നരേന്ദ്രമോദിയും BJPയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വർഗീയവൽക്കരണം നടത്തുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം നിങ്ങളെല്ലാവരും അറിയാം. കോൺഗ്രസ് ഒരു ചരിത്രത്തിൽ ഇത്രയധികം ജനങ്ങൾ സ്വാഗതം ചെയ്ത ഒരു പ്രകടന പത്രിക ഇറക്കി. ആ പ്രകടന പത്രികയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചതെന്താ? ഇത് മുസ്ലിം ലീഗിൻ്റെ മുദ്ര. ഏത് മുസ്ലിം ലീഗ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് വിഭജനത്തിന് വേണ്ടി വാദിച്ച ജിന്നയുടെ നേതൃത്വത്തിലുള്ള ലീഗ്. ആ ലീഗ് പിരിച്ചുവിട്ടു. ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുമായി പുനഃബന്ധമില്ലാത്ത ലീഗാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ മുദ്രയുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ മുദ്രയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിക്കൊന്നും തോന്നാത്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്തിൽ പെടുന്ന ആളല്ല. സീതാറാം യെച്ചൂരിയുടെയും ഡി രാജയുടെയും എല്ലാം ഇന്ത്യ സഖ്യത്തിലുള്ള അവരുടെ സാന്നിധ്യം വെച്ചുകൊണ്ടായിരിക്കും ഈ 2 ആരോപണം അദ്ദേഹം പറഞ്ഞു. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ മുദ്ര എന്ന് യുവ നീതി, കർഷക നീതി, മഹിളാ നീതി, അതുപോലെ തന്നെ തൊഴിലാളി നീതി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് 5 നീതി പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു കോൺഗ്രസ് പ്രകടന പത്രികയെ അദ്ദേഹം പറയുന്നത് എന്താ? ഇത് മുസ്ലിം ലീഗിൻ്റെ മുദ്രയുള്ള. അപ്പോൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് രംഗം മോദി വർഗീയവൽക്കരിക്കുകയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ അതിനേക്കാൾ ശക്തിയായിട്ടല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ, തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന വിഷയം എന്താ? ഇന്ത്യ രാജ്യത്ത് BJP ഉയർത്തുന്ന വെല്ലുവിളികളാണോ? ഭരണഘടനയ്ക്കെതിരായുള്ള വെല്ലുവിളികളാണോ? ജനാധിപത്യത്തിനും മതേതരത്തിനും എതിരായിട്ടുള്ള അതൊന്നും അദ്ദേഹം പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും, ഇന്നലെ വരെ നടന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്നത് പൗരത്വ നിയമമാണ്. പൗരത്വ നിയമത്തിൽ മോഡിയേക്കാൾ അതിശക്തമായി കോൺഗ്രസിനെ എതിർക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് നിലപാടില്ല, അതൊക്കെ മറുപടി പറഞ്ഞതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞാൻ പത്രത്തിൽ വായിച്ചു, 6ാം പ്രാവശ്യം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരാൻ പോകുന്നു. പ്രധാനമന്ത്രിയോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് ഇനി കേരളത്തിൽ വരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങേക്കാൾ ശക്തമായി, അങ്ങ് ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ അങ്ങയുടെ മാനസപുത്രനായി ഇപ്പോൾ മാറിയിട്ടുള്ള പിണറായി വിജയൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ കേരളത്തിലെ ഏറ്റവും വലിയ താരപ്രചാരകനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി തിരക്കിനിടയിൽ ഇങ്ങോട്ട് വരുന്നത്? പ്രധാനമന്ത്രിയേക്കാൾ ശക്തമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ എതിർക്കുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായങ്ങൾ നരേന്ദ്രമോദിയേക്കാൾ ശക്തമായി പറയുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് മോഡി 6ാം പ്രാവശ്യം ഒരു സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടാത്തവരാണ് 2 അക്കം കിട്ടുമെന്ന് പറഞ്ഞു വരുന്നത്. അത് അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഉറപ്പോടെ നിന്നാണ്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞത് ഒന്നുകൂടി തെളിച്ചു പറയുകയാണ്. ഈ BJP CPM അന്തർധാര ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. പ്രധാനമന്ത്രി 2 അക്കം പറയുന്നത് പോലും ആ അന്തർധാരയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. അന്തർധാര എന്താണ്? സ്വർണ്ണത്താലത്തിൽ വച്ച് BJPക്ക് 2 MP-മാരെ സമ്മാനിക്കും കേരളത്തിൽ. അതിന് മുഖ്യമന്ത്രി LDF പിണറായി വിജയൻ 2 തങ്ങളുടേതല്ലാത്ത സ്ഥാനാർത്ഥികളെ ബലി കൊടുത്തിട്ടായാലും ഞങ്ങൾക്ക് 2 സീറ്റുകൾ സമ്മാനിക്കും എന്നുള്ള ഉറപ്പിലാണ് അദ്ദേഹം 1 അല്ല 2 അക്കം എന്ന് ആവർത്തിച്ച് പറയുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞു 2-0 പക്ഷേ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, BJPയുടെ താരപ്രചാരകരായി പിണറായി വിജയൻ ഉള്ളപ്പോൾ അങ്ങേക്കാൾ ശക്തിയായി കോൺഗ്രസിനെ, ഇന്ത്യ സഖ്യത്തെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലാതെ വേറെ ഒരു വിഷയവും അദ്ദേഹം പറയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വരുന്നത് ഗുണകരമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP അല്ലെങ്കിൽ സൈബർ സഖാക്കൾ പതിയിരുന്നുകൊണ്ട് ഈ വർഗീയ പ്രചരണം മറ്റൊരു രൂപത്തിൽ നടത്തുകയാണ്. മാധ്യമപ്രവർത്തകരുടെയൊക്കെ സഹായം തേടിക്കൊണ്ട്. എന്താണ്? കേരള സ്റ്റോറി ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ചു. അന്ന് രാത്രി, പിറ്റേ ദിവസം രാത്രി
അതായത് 8-ാം തീയതി രാത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഇടുക്കി ബിഷപ്പ് ഹൗസിന് മുമ്പിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് KPCC പ്രസിഡന്റ് MM ഹസന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ. ഉടൻ തന്നെ ഇടുക്കിയിലുണ്ടായിരുന്ന KPCCയുടെ മുൻ സെക്രട്ടറി ജെയ്സൺ ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ അപ്പോൾ തന്നെ ഇത് ഫേക്ക് INCയുടെ എന്നാണ് നമ്മുടെ ഐഡിയിൽ നിന്നാണ് അല്ലേ, കോൺഗ്രസിൻ്റെ അത് ഫേക്കായിട്ടുണ്ടാക്കി. അതിലാണ് ഈ ഞാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണിച്ചു തരാം, വായിച്ചിട്ടേയുള്ളൂ. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ജെയ്സൺ ജോസഫിനോട് ഇത് ഫേക്കായിട്ടുള്ള ഇതാണ്, നമ്മുടെ ID അവർ ലിമിറ്റേറ്റ് ചെയ്ത് എഴുതിയതാണ്, അത് എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും കോൺഗ്രസ് പ്രവർത്തകർ ഇത് ഫേക്കാണെന്നുള്ള മെസ്സേജ് കൊടുത്തു. അന്ന് രാത്രി തന്നെ ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു.